ചിക്കനും മട്ടനും ബീഫും പിന്നെ കാളയും പോത്തും എല്ലാം കൂടെ അടിച്ച് കയറ്റിക്കൊണ്ട് ഇരിക്കുന്ന രംഗമൊക്കെ നമ്മൾ പത്രത്തിൽ കണ്ടല്ലോ. യുദ്ധം കഴിഞ്ഞ രണാങ്കണത്തിൽ ചോരയുടെയും മാംസത്തിൻ്റെയും ഗന്ധം തിരിച്ചറിഞ്ഞ് അവശിഷ്ടങ്ങൾ നുണയാനിറങ്ങുന്ന കഴുകന്മാരെപ്പറ്റിയും കുറുനരികളെപ്പറ്റിയും കേട്ടിട്ടില്ലേ? ചോരയും കബന്ധങ്ങളും മാംസവും കൊത്തിവലിക്കാൻ അവയ്ക്ക് എന്തൊരു ഉത്സാഹമായിരിക്കും. ഇതുപോലെ രാഷ്ട്രീയ യുദ്ധം കഴിഞ്ഞ പടക്കളത്തിലേക്ക് നഷ്ടബോധത്തിൻ്റെ ഗന്ധവും നിരാശയുടെ ചോരയും നുകരാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കുറേ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുണ്ട്. അതിലൊരുത്തനാണ് ശിവൻകുട്ടി. ശിവൻകുട്ടി ഈ പറഞ്ഞ വാരി വലിച്ച് കയറ്റൽ എന്താണെന്ന് മനസ്സിലായോ? പണ്ട് നാട്ടുംപുറത്ത് വൈക്കോൽ തുറു ഇടുമ്പോഴാണ് ഈ പ്രയോഗം കേൾക്കുക. എങ്ങനെയെങ്കിലും കച്ചി വാരി വലിച്ച് മണ്ടയ്ക്ക് കയറ്റുക മഴയ്ക്ക് മുമ്പ്, ഇങ്ങനെ പണിക്കാർ പറയാറുണ്ട്. ഇവിടെ ശിവൻകുട്ടി വാരി വലിച്ച് കയറ്റിയ കാര്യം പറയുന്നത് മലപ്പുറത്ത് പോയി മുഖ്യമന്ത്രി VD സതീശൻ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ കയറിയതിനെ പറ്റിയാണ്. ശിവൻകുട്ടിയെപ്പോലെയുള്ള സഖാക്കൾക്ക് എന്ത് നെറികെട്ട വർത്തമാനവും പറയാം. പരമശിവനെ പോലെ ജടയുണ്ടായിരുന്നെങ്കിൽ ശിവൻകുട്ടി അത് പറിച്ച് നിലത്തടിച്ച് 1000 ഭൂതഗണങ്ങളെ സൃഷ്ടിച്ചേനെ. ചിക്കനും മട്ടനും ബീഫും ഒലത്തിയതും വറുത്തതും പൊരിച്ചതും വാരി വലിച്ചങ്ങ് കയറ്റുകയല്ലായിരുന്നോ? ഇത് പറയുമ്പോൾ ഈ മനുഷ്യൻ്റെ മുഖഭാവം കണ്ടോ? ചിക്കനും മട്ടനും ബീഫും പിന്നെ കാളയും പോത്തും എല്ലാം കൂടെ അടിച്ച് കയറ്റിക്കൊണ്ട് ഇരിക്കുന്ന രംഗമൊക്കെ. ഒരു മുഖ്യമന്ത്രി 10 പേർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു ജനാധിപത്യ മര്യാദ കൂടിയാണ് മിസ്റ്റർ. VD സതീശൻ ഭക്ഷണം കഴിക്കുന്നതും അതിലെ വിഭവങ്ങൾ എന്താണെന്നും ലോകം മുഴുവൻ കണ്ടു. എന്നാൽ നാസ പോലും ഇതുവരെ പിണറായി വിജയൻ ഭക്ഷണം കഴിക്കുന്ന ഒരു ചിത്രം പുറത്തു വിട്ടിട്ടില്ല. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് പൗരപ്രമുഖർക്കൊപ്പം ഇരുന്നാണ്. പിണറായി വിജയൻ ഭക്ഷിക്കുന്നതിനെ വാരി വലിച്ച് കയറ്റുക എന്നൊന്നും ശിവൻകുട്ടി പറയില്ല. അമൃതത്ത് ഭുജിക്കുകയാണെന്നേ പറയൂ. പക്ഷേ കമ്മികൾ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത് പിണറായി വിജയൻ്റെ ലാളിത്യത്തെ പറ്റിയാണ്. ഇത്തിരി പൊടിയരിക്കഞ്ഞിയും 2 ചുട്ട പപ്പടവും ഉണ്ടെങ്കിൽ പിണറായിക്ക് ഉച്ചഭക്ഷണം കുശാലാണെന്ന മട്ടിലാണ് പറച്ചിൽ. എന്നാൽ പിണറായി വിജയൻ്റെ ഭക്ഷണത്തോടുള്ള ആക്രാന്തത്തെപ്പറ്റിയും ആർഭാടത്തെപ്പറ്റിയും ഇതാ CPI നേതാവായ C ദിവാകരൻ പറഞ്ഞത് കൂടി നമുക്ക് കേൾക്കാം. പിണറായി വിജയൻ നല്ല ഭക്ഷണപ്രിയനാണ്, സെലക്റ്റീവ് ഫുഡാണ്. അപ്പം ഇല്ല, ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ മീനൊന്നും പോരാ, ക്വാളിറ്റി ഫസ്റ്റ് ക്ലാസ് മീൻ വേണം. പാവ ആനത്തലവട്ടം ആനന്ദന് ആനയെ പുഴുങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ല പിണറായി വീട്ടിൽ ചെന്നപ്പോൾ. പകരം ചൂരമീൻ വാങ്ങി കറി വെച്ച് കൊടുത്തു. ഊണിനിരുന്നപ്പോൾ അതൊന്ന് ഞെക്കി നോക്കി. നെയ്മീൻ മാത്രം കഴിച്ച് ശീലിച്ച എന്നെ ചൂര കയറ്റിക്കുകയോ? ഇത് പറഞ്ഞുകൊണ്ട് പിണങ്ങി ഇറങ്ങി അങ്ങ് പോയി. കൈപോലും കഴുകിയില്ല. പിറ്റേന്ന് പുലർച്ചെ കടൽ തീരത്ത് പോയി മുഴുത്ത നെയ്മീൻ മേടിച്ചു കൊണ്ടുവന്ന് ചെത്തിവെട്ടി കറിയാക്കി കൊടുത്തപ്പോഴാണ് പിണറായി വിജയൻ്റെ മുഖം പ്രസന്നമായതത്രേ. ഞാൻ പിണറായി ചൂരയാണ് അപ്പം അഴിച്ച് ഉണ്ടില്ല അഴിച്ച്. നോക്കൂ, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഭക്ഷണത്തോടുള്ള പ്രത്യയശാസ്ത്രപരമായ സമീപനം. വന്നിരുന്നുകൊണ്ട് നോക്കും കറികളൊക്കെ എന്നെങ്ങനെയാണ് ദിവാരായി മീൻ. ഞാൻ നല്ല മീനാണ്, അതെങ്ങനെ ഇന്ന് നല്ലത് കിട്ടിയത്, ഇന്നലെ എന്താ കിട്ടാത്തത്? ഞാൻ പറയില്ല, ഇന്ന് നമുക്കത് വേറെ ഏർപ്പാടുണ്ട്. കഴിച്ച് ഭയങ്കര സന്തോഷമായി. അതിനുശേഷമാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സത്യനാശായി ഉറങ്ങിയത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഒരു മനുഷ്യനാണ് ഈ ശിവൻകുട്ടി എന്നാലോചിക്കണം. വെളിവോ വെള്ളിയാഴ്ചയോ ഇങ്ങേർക്ക് തീരെയില്ല. വകതിരിവ് ഒട്ടുമേയില്ല. ഔചിത്യമോ വിവേകമോ 7 അയലത്ത് കൂടി പോലും പോയിട്ടില്ല. പക്വതയും രാഷ്ട്രീയ മാന്യതയും എന്താണെന്ന് പോലും ശിവൻകുട്ടിക്ക് അറിയില്ല. VD സതീശൻ ആ വിരുന്നിൽ ചെന്നിരുന്ന് വാരി വലിച്ച് കയറ്റുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടോ? മറിച്ച് ഒരു പുത്തൻ ബസ്സെടുത്ത് നാടാകെ കറങ്ങി നടന്ന് തിന്നുമുടിച്ച പിണറായി വിജയൻ്റെ കഥകൾ നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്. വ്യവസായികൾക്കും പൗരപ്രമുഖർക്കും ബിസിനസ് ഡോണുകൾക്കും കേന്ദ്ര മന്ത്രിമാർക്കും ഒപ്പം ഇരുന്ന് പിണറായി ഭക്ഷണം കഴിക്കൂ. പട്ടിണി കിടന്ന കാലത്ത് അമ്മയുണ്ടാക്കി കൊടുത്ത ഒറോട്ടിയെപ്പറ്റിയൊക്കെ പറഞ്ഞ പുള്ളിയാണ്. പ്രളയകാലത്ത് സതീശൻ ഭക്ഷണം കഴിച്ചതിലാണല്ലോ സഖാക്കൾ കുറ്റം കണ്ടെത്തിയത്. എന്നാൽ അക്കാലത്ത് ഞാനും പട്ടിണി കിടക്കുകയായിരുന്നില്ല, ആഹാരം കഴിച്ചുവെന്ന് പിണറായി വിജയൻ സമ്മതിച്ചിട്ടുണ്ട്. ഭാഗ്യം. ശിവൻകുട്ടിക്ക് ഇപ്പോൾ സതീശൻ എന്ത് ചെയ്യുന്നുവെന്ന് നോക്കിയിരിക്കാനേ നേരമുള്ളൂ. വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയാൽ നഗരത്തിലെങ്ങും തങ്ങാൻ ഒരിടമില്ല എന്നുള്ളതാണ് ശിവൻകുട്ടിയെപ്പോലെയുള്ള സഖാക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം. തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിലുള്ളപ്പോൾ എന്തായിരുന്നു പ്രതാപം? MLA ഹോസ്റ്റലുകളിലൊക്കെ സഖാക്കൾ അട്ടിയടുക്കി അങ്ങ് കിടപ്പായിരുന്നു. ശിവൻകുട്ടിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തതിനാൽ ഇങ്ങനെ പോസ്റ്റിട്ടും സതീശൻ്റെ വായിൽ നോക്കിയിരുന്ന് വെള്ളമിറക്കിയും
ശിഷ്ടകാലം മുന്നോട്ട് നീക്കാം. വി ഡി സതീശൻ വാരി വലിച്ചങ്ങ് കയറ്റിയത് മാത്രമല്ല ശിവൻകുട്ടിയുടെ പ്രശ്നം. സതീശൻ്റെ സംഭവം ഒരു സംഭവമാണ്. എന്നാൽ അതുപോലൊരു സംഭവമാണത്രേ തിരുവനന്തപുരം മേയർ അമേരിക്കയിലേക്ക് പോയത്. അതൊരു ഒരു ഒരു സംഭവമാണ്. അതേപോലെ ഒരു സംഭവമാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ അമേരിക്കയിൽ പോയിരിക്കുന്നത്. ഇവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഇവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം എന്തിന് അമേരിക്കയിൽ പോയി എന്നാണ് ശിവൻകുട്ടി ചോദിക്കുന്നത്. എന്നാൽ ഇവരുടെ മേയറോട്ടിയോ ലോകത്തിൻ്റെ ഏതെല്ലാം കോണുകളിൽ പോയാണ് പുരസ്കാരങ്ങൾ വാങ്ങിച്ചു കൂട്ടിയത്. ഇപ്പോഴെല്ലാം അടുക്കളയിൽ കൊണ്ടിട്ട് കാവലിരിക്കുകയാണ്. പിണറായി വിജയനും തായ്ക്കണ്ടി ഫാമിലിക്കും നാട്ടിൽ നിൽക്കാൻ സമയമേ ഉണ്ടായിരുന്നില്ല. ഈ ലോകഗോളം തിരിയുന്ന രാജ്യങ്ങളെല്ലാം കണ്ടു. അന്ന് നടക്കാൻ തീരെ സുഖമില്ലാതിരുന്നെങ്കിലും നാളെ വേണമെങ്കിൽ 1008 പടി കയറി പഴനിയിൽ പോയി മുടി മുറിക്കും. ശിവൻകുട്ടിയെപ്പോലെയുള്ള നന്മയും സ്നേഹവുമുള്ള നേതാക്കന്മാരെ തോൽപ്പിച്ച ഈ നേമത്തുകാരെ പറ്റി എന്തു പറയാനാണ്? രാഷ്ട്രീയത്തിലെ ഈ അപൂർവ വ്യക്തിത്വത്തിനുടമയായ പ്രതിഭയെ കൈവിട്ട് കളഞ്ഞതിൻ്റെ ദോഷമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. ഈ ശിവൻകുട്ടി കൂടി നിയമസഭയിൽ എത്തിയിരുന്നെങ്കിൽ എന്ത് രസമായേനെ. ഭരണപക്ഷത്തെ 102 വിറപ്പിക്കാൻ ശിവൻകുട്ടിയുടെ ഒരു ഡെസ്ക് നടനം മാത്രം മതിയായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് തുറന്ന ജീപ്പിൽ കയറി ചെമ്പട്ട് കെട്ടി അരിവാളും പൊക്കിപ്പിടിച്ച് ആ മേയറൊട്ടിയെ ഒപ്പം കൂട്ടി യാത്ര ചെയ്തപ്പോഴേ ഈ മനുഷ്യൻ്റെ ഭാവി ജനം പ്രവചിച്ചു കഴിഞ്ഞു. ഇനി ജീവിതകാലത്ത് ശിവൻകുട്ടി നിയമസഭ കാണില്ല. വി ഡി സതീശനെ പരിഹസിച്ചും പുച്ഛിച്ചും ഇനിയുള്ള കാലം ചൊറിയും കുത്തി വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക.